തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടുകൂടി ആയിരിക്കാൻ ദൈവം തരുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. നാളുകളായി ഈ വേർഡ് ആൻഡ് പവർ എന്ന ഈ ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാകൃപയാൽ തുടർമാനമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം അനേകർക്ക് അത് കേട്ട വിടുതലും അനുഗ്രഹവും പ്രാപിപ്പാൻ ദൈവം സഹായിക്കുന്നു. അത് ആ ശുശ്രൂഷയെ ഞങ്ങളെ ദൈവം ബലപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യട്ടെ. ഈ മണിക്കൂറുകളിൽ വീണ്ടും ദൈവം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ തന്ന ഒരു ചിന്ത, ഒരാലോചന ഒന്നിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിനായി ദൈവം നമ്മോട് സംസാരിക്കുവാനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ സമയഭേദം കൂടാതെ തിരുസന്നിധിയിൽ അടുത്തു വരാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിച്ച് വിടുതലും അനുഗ്രഹവും പ്രാപിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞ നാളിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ കൃപകൾക്കായി സ്തോത്രം. പിന്നെ നിൻ്റെ വിശ്വസ്തയിൽ ചാരി ഈ മണിക്കൂറുകൾ കർത്താവെ ദൈവകൃപയ്ക്ക് വേണ്ടി, സ്വർഗീയ ജ്ഞാനത്തിന് വേണ്ടി, പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി, ദൈവങ്ങളുടെ വെളിപ്പാടിൻ്റെ വചനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അനേകരെ ഈ മണിക്കൂറുകളിൽ ദൈവം ശ്രദ്ധിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തിയിൽ അതവരെ സ്പർശിക്കുവാൻ എഫിഷ്യൻ്റായിട്ട് കർത്താവെ ദൈവകൃപയുടെ അധികാരത്തോടെ വചനം പറയാൻ എളിവനും വരം തന്ന കൃപ തരണം. ദൈവിക കാവലി സൂക്ഷിക്കണം. സ്വർഗീയ ജ്ഞാനത്തിൽ നിർത്തിക്കാട്ടെ. എല്ലാ ശിഷ്ടത്തെയും ദൈവാത്മാവ് നിയന്ത്രിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവിടെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, നാം അറിഞ്ഞിരിക്കുന്ന പോലെ സ്ഥിരമായി ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നവരനേകരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരെ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവം അവരെ വിളിക്കുന്നു. എല്ലാം ദൈവനാമഹത്വത്തിനായി വീണ്ടും സമർപ്പിച്ചുകൊണ്ട് വീണ്ടും ദൈവം ഉള്ളത്തിൽ പ്രകാശിക്കുന്ന ഒരു വേദവചനം ഒന്നിച്ച് പങ്കിടാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം നമ്മെ സഹായിക്കും. ഈ മണിക്കൂറുകളിൽ ദൈവം എൻ്റെ ഉള്ളത്തിൽ ചെന്ന ചിന്ത, ദൈവത്തിൻ്റെ ദാസനായ, ഭക്തനായ, അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക വിഷയങ്ങളെ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും വളരെ ധൈര്യവും സന്തോഷവും ഒക്കെ പകരുന്ന. കാരണം എന്താ? തൻ്റെ ജീവിതത്തിൻ്റെ ബഹുവിധമായ പരീക്ഷകളുടെ മണ്ഡലങ്ങളിലൊക്കെ അവിടെ പതറിപ്പോകാതെ ദൈവകൃപയോടും ധൈര്യത്തോടും അതിനെ നേരിട്ടു. അത് നമുക്ക് നല്ലൊരു മാതൃകയാണ്. നാമും ജീവിത വിഷയങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ, ഇടപെടുമ്പോഴൊക്കെ പതറിപ്പോകാവുന്ന മണ്ഡലങ്ങളിൽ ഇങ്ങനെ ദൈവം ചിലരെ നടത്തിയല്ലോ. കർത്താവ് ഒരാളെ നടത്തിയെങ്കിൽ നമ്മളെയും നടത്തും എന്നാണ് ഉറയ്ക്കാൻ തക്കവണ്ണമുള്ള ഒരു അന്തരീക്ഷം ദൈവം ഈ ദൈവഭക്തനായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദാസനായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ വിളിക്കപ്പെട്ട അബ്രഹാം ദൈവവുമായി നല്ല കൂട്ടായ്മയിലാണ്. ഹി വാസ് ഇൻ ഗുഡ് ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. എല്ലപ്പോഴുമല്ല, നിരന്തരമായ ഒരു ദൈവ സാന്നിധ്യം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അബ്രഹാമിനോട് ദൈവം പ്രത്യേകമായി ചില കാര്യങ്ങൾ പറഞ്ഞതുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലും എബ്രായ ലേഖനത്തിലും അത് പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതെന്താ? ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു നിർദ്ദേശം. ആ വചനം ചിന്തിച്ചപ്പം എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, പണ്ട് കാലത്തില്ലാത്ത ഒരു കാര്യം ഇപ്പം നമുക്ക് നാട്ടിലുണ്ട്, രാജ്യത്തെല്ലാം ഉണ്ട്. ദേശരാജ്യത്താണ് ആദ്യം ഞാനത് കണ്ടത്. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തുവാ, വാഹനമൊക്കെ ഓടിച്ചു പോകാൻ GPS എന്നൊരു സംവിധാനമുണ്ട്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഉൾപ്പം. 28 സാറ്റലൈറ്റിൽ കൂടെ ലോകത്തെമ്പാടും കൺട്രോൾ ചെയ്യുന്നൊരു സിസ്റ്റം. ഒരു വാഹനം എതിരെ പോയാലും, ഏത് വഴി കൂടെ പോയാലും അതിനെ ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു അന്തരീക്ഷം. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് വന്നത്. അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ ഒരു GPS-ൽ കൂടെ ഇടപെടുന്നത് പോലെ സംസാരിച്ച ചില കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS. ബാഹ്യമായിട്ടാണെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു GPS ഉണ്ടായിരുന്നു. അതെന്തുവാ? ഗോഡ്സ് പൊസിഷനിങ് സിസ്റ്റം. ദൈവം കൺട്രോൾ ചെയ്ത് നടത്തുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഉടമയായിരുന്നു
അബ്രഹാം എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ അബ്രഹാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ചില പ്രത്യേക വിഷയങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ദൈവം അബ്രഹാമിനോട് ഇടപെട്ട ഒരു സംഭവം. അപ്പം എന്തുവാ ഈ GPS ഇവിടെ അഡ്വൈസ് കൊടുത്തത്? ഈ മേഖലയിൽ ദൈവം പറഞ്ഞ ഒരു മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കും പറയാം, നീ തലയൊന്ന് ഉയർത്തി നോക്കിക്കേ, അല്ല ഇടത്തോട്ടൊന്നും തിരിഞ്ഞ് അല്ലെ വലത്തോട്ടൊന്നും തിരിഞ്ഞെന്ന് പറയുന്നത് പോലെ തല ഉയർത്തി നോക്കാൻ പറഞ്ഞ ഒരു പ്രത്യേക സംഭവം ഒരു സ്ഥലത്തല്ല പല ഭാഗത്ത് രേഖപ്പെടുത്തി. അത് ഒന്നാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. അതെന്താ? ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. തല പൊക്കി നോക്കാൻ. എന്തുവാ നോക്കാൻ? ആ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം, നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരും. I will give you all those areas as an eternal inheritance to you and your generation. ഒരു അനുഗ്രഹീതമായ വാഗ്ദത്തം അല്ലേ? നമുക്കറിയാം, ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയ അബ്രഹാം 12-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 12 സോവനത്തെയും ചാർച്ചക്കാരെയൊക്കെ വിട്ട് വെരിഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പം അവിടുന്ന് പുറപ്പെട്ടതാ അല്ലേ? അങ്ങനെ പോന്നപ്പോൾ തൻ്റെ സഹോദരപുത്രനായ ലോത്തിനും കൂടെ ഇറങ്ങി അവരൊന്നിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവർ രണ്ടുപേർക്കും ധാരാളം ആടുമാടുകളും കന്നുകാലികളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒന്നിച്ച് പാർക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഇടമില്ലാതെ വന്നപ്പോൾ അവർ രണ്ടായിട്ട് പാർത്തു. ഇവരുടെ ആടുമാടുകളെയൊക്കെ അതിനെ തീറ്റാനായിട്ട് ഇടയന്മാരുണ്ട്, അവരെ ഏൽപ്പിച്ചു വിട്ടു. കുറേ കഴിഞ്ഞപ്പോൾ ഈ ഇടയന്മാർ തമ്മിൽ ശണ്ടയുണ്ടായി. ഇത് അബ്രഹാമിൻ്റെ ചെവിയിലെത്തിയപ്പോൾ അബ്രഹാം ലോത്തിനെ വിളിച്ച് പറഞ്ഞു, നമ്മൾ സഹോദരന്മാരല്ലേ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നെന്ന് കേട്ടാൽ എന്തൊരു മോശമാണ്, അതുകൊണ്ട് അത് വേണ്ട കേട്ടോ. അതുകൊണ്ട് എന്തോ ചെയ്യണം, നിന്റെ ഇടയന്മാർക്കും എൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. പിന്നെ എന്തോ ചെയ്യണം, നീ പൊയ്ക്കോ. ഈ ദേശമെല്ലാം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, നമുക്ക് തിരഞ്ഞെടുക്കാം. നിനക്ക് ഞാൻ തരിക ചോയ്സ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ഇങ്ങനൊരു തീരുമാനം അബ്രഹാം ലോത്തിൻ്റെ മുമ്പിൽ വെച്ചു. ലോത്ത് എന്ത് ചെയ്തു? ലോക്ക് നോക്കിയപ്പോൾ യോർദാൻ്റെ ഫലഭൂഷ്ടിയുള്ള നല്ല നീരൊഴുക്കുള്ള ദേശത്തെ കണ്ടു. അത് തിരഞ്ഞെടുത്തു. അബ്രഹാമിന് സത്യത്തിൽ അങ്ങനെ തിരഞ്ഞെടുക്കാൻ ഇവനെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അധികമായിട്ടൊന്നും നല്ലതായിട്ടുള്ളതില്ല, എങ്കിലും ഭാരപ്പെട്ടില്ല. പിന്നെ മനുഷ്യനല്ലേ, അപ്പം ചിലപ്പം പ്രാരം അവിടെ വന്ന് സംഭവിച്ചു പോയെങ്കിൽ നമുക്ക് കുറ്റം പറയാനില്ല. ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്താണ് ദൈവം തമ്പുരാൻ്റെ ഒരു GPS ഡയറക്ഷൻ കൊടുക്കുക. ആർക്ക്? അബ്രഹാമിന്. നീ ഒന്ന് തലപൊക്കി നോക്കിക്കേ, സഹോദരൻ ഇങ്ങനെ കണ്ടുപോയെന്നോ വിചാരിച്ചെന്നോ ഒന്നും നീ ഭാരപ്പെടണ്ട, എല്ലാം അവൻ തട്ടിയെടുത്തൊന്നും നീ ഭാരപ്പെടണ്ട. യു ലുക്ക് അപ്പ്, യു ലിഫ്റ്റ് യുവർ ഐസ് ആൻഡ് ലുക്ക്. ദൈവം അബ്രഹാമിനോട് കൽപ്പിക്കുക, അല്ലെങ്കിൽ അരുളി ചെയ്യുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സഹോദരൻ ഇങ്ങനെ കാണിച്ച് അല്പമായ പ്രയാസം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ഈ വലിയ ധൈര്യപ്പെടുത്തുന്ന വാക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭം വരുമല്ലേ? അപ്പോൾ ഒരു ദൈവശബ്ദം കേട്ടാൽ എന്തൊരു സന്തോഷമാണ്. മനുഷ്യൻ നമ്മെ ചതിക്കുമ്പോഴും ഭാരപ്പെടുത്തുമ്പോഴും ഒക്കെ ദൈവീയമായ ഒരു ആലോചന അവിടെ കിട്ടുകയാണെങ്കിൽ 1000 പേര് പറയുന്നതിനെക്കാട്ട് ധൈര്യവും സന്തോഷവും നമുക്ക് ലഭിക്കും. ഇവിടെ ദൈവം അബ്രഹാമിനോട് പറയാം. ഇവിടെ അബ്രഹാമിനെ ധൈര്യപ്പെടുത്താൻ ദൈവം ഇടപെടുക കേട്ടോ. എന്തുവാ? വലിയൊരു പ്രോമിസാണ് ദൈവം ഇവിടെ കൊടുക്കുന്ന അബ്രഹാം, വലിയൊരു വാഗ്ദത്തം. എന്തുവാ വാഗ്ദത്തം? നീ തല ഉയർത്തി നോക്കിക്കോ, അപ്പം കാണാം.
ഇവിടെ ഒരു സത്യം മനസ്സിലാക്കാൻ, എ മാൻ ഓഫ് ഗോഡ് ഓൾവേസ് റിസീവ്സ് എ പ്രോമിസ് ആഫ്റ്റർ എ ടെസ്റ്റിംഗ്. ഏതൊരു പരീക്ഷകളുടെ മുഹത്വം അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു ദൈവഭക്തന്, ഒരു ദൈവ പൈതലിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കും. വാസ്തവമായി ദൈവത്തോട് പറ്റിയിരുന്ന് ജീവിക്കുന്ന എല്ലാവർക്കും ഇത് ജീവിതാനുഭവമാണ്. എന്തുവാ ദൈവം അബ്രഹാമിനോട് ദൈവം പറഞ്ഞതിൻ്റെ സാരാംശം ഇതാ. എന്താ? Let others take whatever they want. മറ്റുള്ളവർ എന്തും എടുത്തോട്ടെ, അവൻ ആവശ്യമൊക്കെ ഉള്ളത് എടുത്തോട്ടെ. Our God can give you more than what they think. നിന്റെ ദൈവത്തിന് അതിനേക്കാളൊക്കെ, അവരൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഉന്നതമായത് തരാൻ കഴിയുന്നൊരു ദൈവം ആണ് എന്നാണ് ഇവിടെ നാം വിവക്ഷിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണോ അതോ പതറിപ്പോകുന്നവരായിട്ടോ ആണോ എന്ന് ഞാൻ ചോദിക്കട്ടെ. Our God can give us far more what they think. ഒരു മനുഷ്യനും ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഒക്കെ അപ്പുറമായിട്ട് നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? 16-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം എന്തുവാ? എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാ. 33-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യം, യഹോവ ദൈവമായിരിക്കും ജാതി അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. അപ്പൊ ദൈവം അവകാശമായിരിക്കുന്നെങ്കിൽ പിന്നെ അതിൽ കൂടുതലൊരു വലിയ ഓഹരി ഉണ്ടോ? ഇതാ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഭൗതികമായ മണ്ഡലങ്ങളിൽ കാഴ്ചപ്പാടുകളിൽ ക്ഷീണിക്കാതെ ഇതിന് സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അബ്രഹാം lifted his eyes and saw the land. അബ്രഹാം തല ഉയർത്തി ദേശം കണ്ടു, സ്ഥലം കണ്ടു. He lifted up his feet and claimed the land. അവൻ തൻ്റെ പാദങ്ങൾ ഉയർത്തി അവിടെ ആ സ്ഥലം അവകാശം പറഞ്ഞു. എന്ന് മാത്രമല്ല, then he lifted up his heart. തൻ്റെ ഹൃദയം ഉയർത്തി ദൈവത്തെ ആരാധിച്ചു. He worshiped God. ഒരു ദൈവം ഇതിൻ്റെ ജീവിതമണ്ഡലങ്ങൾ ഇതൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. താൽക്കാലികമായ വിഷയങ്ങളുടെ മുഖത്ത് ക്ഷീണിച്ചു പോകാതെ ദൈവകൃപയുടെ അന്തരീക്ഷങ്ങളെ കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്കിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു കാര്യം മനസ്സിലായി. ലോത്ത് ഹാഡ് ബ്രോക്ക് എബ്രഹാംസ് ഹാർട്ട്. ഈ ഒരു പ്രത്യേക തീരുമാനം ലോത്ത് എടുത്തപ്പോൾ അബ്രഹാമിൻ്റെ ഹൃദയത്തെ ഉടച്ചു കളഞ്ഞു കേട്ടോ, മാനുഷികമായി. പക്ഷേ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. God blessed Abraham. എന്ന് മാത്രമല്ല, made him a blessing. അവനെ ഒരു അനുഗ്രഹമാക്കി തീർന്നു. ഈ അനുഗ്രഹമാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, അല്ല ഇത് പ്രാപിക്കേണ്ടത്. ചില അനുഗ്രഹങ്ങൾ നേടേണ്ടതിനും ചില പരീക്ഷകളെ ജയിക്കേണ്ടതിനും നാം പോകേണ്ട വഴിയിൽ നിന്ന്, അല്ലെ പോകുന്ന വഴിയിൽ നിന്ന് അല്പം മാറി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണ് തല ഉയർത്തണമെന്ന് പറയുന്നത്. ഈ തല ഉയർത്തണം എന്നുള്ളതിന് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ലിഫ്റ്റ് അപ്പ് യുവർ ഐസ് എന്നാണ്. കണ്ണുയർത്താം. കണ്ണ് തന്നെ ഉയർത്താൻ പോകും. കണ്ണ് തലയിലല്ലേ? അപ്പോൾ കണ്ണുയർത്തണമെങ്കിൽ തല ഉയരണം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ കണ്ണുയർത്തി തല ഉയർത്തി നോക്കാൻ പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. നിന്റെ തല ഉയർത്ത, നിന്റെ കണ്ണ് ഉയർത്ത എന്ന് വെച്ചാൽ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ. അപ്പൊ എന്തോ കാണാം? then you will see God's blessing. അപ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കാണാൻ കഴിയുന്നത്. ഈ മേഖലയിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, ഒരുപക്ഷേ ഇങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളിൽ സഹോദരന്മാര് സ്വത്ത് തട്ടിയെടുത്തതുകൊണ്ടോ നമുക്ക് ലഭിക്കാനുള്ള ഓഹരി കിട്ടാതെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടോ, അതെ ന്യായമായി ലഭിക്കേണ്ടത് ലഭിക്കാൻ കഴിയാതെ പോയതുകൊണ്ടൊക്കെ ഭാരപ്പെടുന്നവരുണ്ടോ? ചോദിക്കട്ടെ. അല്ലെങ്കിൽ
പ്രതികരിക്കാൻ കഴിയാതെ നമ്മുടെ നേരെ വന്നൊരു പ്രശ്നത്തിന് മുമ്പ് നമ്മൾ പ്രതികരിക്കാൻ പറ്റത്തില്ല. അവൻ നമ്മെക്കാട്ടി ബലമുള്ളവനായിരിക്കാം, കഴിവുള്ളവനായിരിക്കും. അതുകൊണ്ടൊന്നും മിണ്ടാതെ ഇത് വഹിക്കേണ്ട ചില സന്ദർഭങ്ങളൊക്കെ വരും. എന്ത് ചെയ്യണം? ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. കണ്ണുയർത്തണം, തല ഉയർത്തണം, ദൈവത്തെങ്കിലേക്ക് നോക്കണം. കേട്ടോ, അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കുന്നത് കാണാം. ഈ വചനം വായിക്കുമ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അപ്പോൾ ഒന്നാമത് ഇതാണ്, ലോത്ത് എല്ലാം ഫലഭൂഷ്ടിയുള്ളത് തിരഞ്ഞെടുത്തപ്പം അബ്രഹാമിൻ്റെ ഉള്ളം വേദനിച്ചു. അപ്പോൾ താരപ്പെട്ടിരുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ തല ഉയർത്തി നോക്ക്. ജീവിതാനുഭവങ്ങളിൽ നമുക്കിങ്ങനെയുള്ള മണ്ഡലങ്ങൾ വരുമ്പോൾ ലുക്ക് അണ്ട് ഗോഡ്, ദൈവത്തെങ്കിലേക്ക് നോക്ക്. കർത്താവ് കൈവിടത്തില്ല, അനുഗ്രഹം ധാരാളമായി തരും, യാതൊരു സംശയമില്ല. അടുത്തായി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തല ഉയർത്താൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. ഇവിടെ എന്തോന്നറിയാമോ? അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണെന്നാണ് ഇവിടെ വായിക്കുന്നത്. ഒരു ധൈര്യമാണ് ഇവിടെ ദൈവം തമ്പുരാൻ ഈ വേദഭാഗത്ത് കൂടെ കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തെ യഹോവയുടെ അരുളപ്പാടുണ്ടാകുന്ന, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകും. എന്തുവാ? പ്രോമിസ് ഓഫ് ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് അല്ല, പവർ അല്ലെങ്കിൽ ശക്തിയുടേതായ സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം. ദൈവം തമ്പുരാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്ന സന്ദർഭങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്തോ പശ്ചാത്തലം? അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും കുടുംബത്തെയും അവൻ്റെ സ്വത്തുപോയി എല്ലാം ശത്രു അടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ പിന്നിൽ യുദ്ധമുണ്ടായ രാജാക്കന്മാരുടെ കാര്യമൊക്കെ ഉണ്ടായി, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അബ്രഹാം വിവരം അറിഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളന്നേ അവിടെ സഹായിക്കാൻ പോവുമോ? പക്ഷെ അബ്രഹാം തീർന്നില്ല. അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ വീട്ടിൽ ജനിച്ചവരായ 318 അഭ്യാസികളായ വ്യക്തികളെയും കൂട്ടിക്കൊണ്ട് 318 പേരെയും കൂട്ടിക്കൊണ്ട് പോയി ശത്രുവിനെ നേരിട്ട് ജയിച്ച് ലോത്തിനെയും കുടുംബത്തെയും പിടിപ്പിച്ച് മടക്കിക്കൊണ്ടു. അങ്ങനെ മടക്കിക്കൊണ്ടുവന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ജയിച്ചു വന്നതല്ലേ, പിന്നെന്താ? എന്നാലും it is quite natural that there should be fear when we face a battle. ഒരു യുദ്ധം നേരിടുമ്പോൾ, വലിയ യുദ്ധമാണെങ്കിലും ഭൗതിക മണ്ഡലത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും യുദ്ധം, എതിർപ്പുകൾ, ഫൈറ്റ് വരുമ്പോൾ ഒരു ഭയം ഉണ്ടാവും. അത് നാച്ചുറലാണ് കേട്ടോ. അബ്രഹാം ജയിച്ചു വന്നെങ്കിലും ഈ ഭയം എൻ്റെ ഹൃദയത്തിൽ വന്നു. അന്നേരമാണ് കർത്താവ് ഇടപെട്ട് പറയുക, നീ ഭയപ്പെടണ്ട. അതാദ്യം പറയുന്നത് വായിച്ചല്ലേ? അബ്രഹാമേ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയമാണ്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഐ ആം യുവർ പ്രൊട്ടക്ഷൻ, ഐ ആം യുവർ പ്രൊവിഷൻ. നിന്റെ പ്രതിഫലം ഞാനാണ്, ഞാൻ നിന്നെ പരിചയം കൊണ്ട് മറയ്ക്കും. ഇങ്ങനെ വലിയ 2 വാഗ്ദത്തമാണ് ഇവിടെ ദൈവം കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിത മണ്ഡലങ്ങളിൽ ഈ മേഖലയിൽ ചിന്തിക്കാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വലിയൊരു അഷ്വറൻസ് കൊടുക്കുകയാണല്ലേ, എന്തുവാ? പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഫിയർ ആൻഡ് ഫെയ്ത്ത് കനോട്ട് എക്സിസ്റ്റ് ഇൻ എ ഹാർട്ട് കണ്ടിന്യൂലി. ഭയവും വിശ്വാസവും കൂടെ ഒരു ഹൃദയത്തിൽ ഒന്നിച്ചു അധികനാൾ നിൽക്കാനൊക്കത്തില്ല. അത് ദൈവങ്ങളുടെ വഴികളല്ല. അതുകൊണ്ട് ആ ഭയം നീക്കിയേ പറ്റൂ. അതിനെ ദൈവം ഇവിടെ ഇടപെടുകയാണ്. എന്താ ഇടപെടുന്നത്? ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. ധൈര്യത്തിൻ്റെ വാക്കുകൾ, ഉത്തേജിപ്പിക്കുന്ന വാക്കുകൾ, ഭാരം മാറ്റുന്ന, ഭയം മാറ്റുന്ന. ആരാ ഇത് പറയുന്നത്? മനുഷ്യരാരുമല്ല, ഇവിടെയുണ്ട്. ദ വെരി സെയിം ഗോഡ്, ഉന്നതനായ ദൈവം സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. എങ്ങനെയാണ് ആ ദൈവം അബ്രഹാമിനോട് ഈ സമയത്ത് ഇടപെടുന്നത്? അത് നമ്മൾ ചിന്തിക്കണം. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒന്നാമത്, വാട്ട് ഈസ് ഗോഡ്? ദൈവം എന്തുവാ എന്നുള്ളതാണ്. അതിന് കർത്താവ് തന്നെ പറഞ്ഞാലേ, ദൈവം തന്നെ അല്ല, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലം. ഗോഡ് ഹിംസെൽഫ് അല്ലേ? ഗോഡ് ഈസ് അവർ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ നമ്മുടെ
സംരക്ഷണമാണ്, നമ്മുടെ സഹായമാണ്, നമ്മുടെ കരുതലാണ്. ഇതെല്ലാം ദൈവമാണ്, അല്ലേ? അതുകൊണ്ട് നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. സോ വി ഡു നോട്ട് ഫിയർ എനിത്തിങ്. നല്ല വിധത്തിലുള്ള ഭയമുണ്ടല്ലേ? സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴുമെന്നൊക്കെ, എങ്കിലും ഇതിനോട് അടുത്തു വരത്തില്ല. അടുത്തു വരാതെ സൂക്ഷിക്കുന്ന ദൈവം പരിചയമായതുകൊണ്ട്. ഇതിന് ദൈവകൃപ വേണം മനസ്സിലാക്കാൻ, കേട്ടോ. എന്താ പറയുന്നത്? ദൈവം ശക്തനാണ് എന്ന് പറയും. ഗോഡ് സെഡ് ഐ ആം, ഞാനല്ലേ. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഹോരേബിന്റെ മലഞ്ചെരിവ് മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം. മോശയാ, നീ ആരാന്ന്, നിന്റെ പേരെന്നാ? ഞാൻ ഫറവോന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ചോദിച്ചാൽ എന്തോ പറയും? ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാൻ. ഐ ആം ആണ് ഇവിടെ പറയുന്നത്. ഞാൻ, ആ വലിയ ദൈവം, സർവശക്തനായ ദൈവം. പറഞ്ഞാൽ അർത്ഥമുണ്ട്, ആ വാക്കിന് അർത്ഥമുണ്ട്, ആധികാരികതയുണ്ട്. ഞാനാ പറയുന്നത്, ഞാനാ നിന്റെ പ്രൊട്ടക്ഷൻ, ധൈര്യം. വാട്ട് ഈസ് ഗോഡ്? അപ്പോൾ അബ്രഹാമിനെ ദൈവം ധൈര്യപ്പെടുത്തി. എന്താ ദൈവം തമ്പുരാൻ പറയുന്നത്? ഇവിടെ അബ്രഹാം സംഭവിച്ചെന്നാന്ന് ചോദിച്ചാൽ, അബ്രഹാമിനെ നോക്കി അബ്രഹാം പറയുമോ, ഞാൻ പ്രായമായി, വയസ്സനായി, ഇനി എനിക്ക് എന്നാ കഴിയും, ഇത്രയൊക്കെ പ്രായമായി, ഇനി എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല. അബ്രഹാം ലുക്ക്ഡ് അൺടു ഹിംസെൽഫ്, തന്നെ നോക്കി പറഞ്ഞു. അപ്പം ചിന്തിച്ചു, ഇനി ഒരു പക്ഷേ തൻ്റെ ദാസനായ ഏലിയാസറിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ MSCക്കാരനായ എൻ്റെ ഈ ദാസൻ എൻ്റെ അവകാശിയാവും എന്നൊക്കെ പറഞ്ഞതിൻ്റെ താഴെ വായിക്കുന്നു. ആ മേഖലയിലാണോ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് അബ്രഹാം ചിന്തിക്കുകയാണ്, കേട്ടോ. അപ്പൊ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് ഓൾ ദി അതർ പീപ്പിൾ. നീ മറ്റുള്ളവരെയൊക്കെ നോക്കുന്ന അങ്ങ് വിടെ. ലുക്ക് അൺടു മീ, ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. നിന്റെ തല ഉയർത്തി ഇങ്ങോട്ട് നോക്കിയേ, നീ ഇങ്ങോട്ട് നോക്കിയേ. ഈ അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, അതിൻ്റെ ബാക്കി വരികുമ്പം പറയുന്നുണ്ട്, വെളിയിലോട്ട് ഇറങ്ങിക്കൊണ്ടുപോയി സംസാരിക്കുന്നുണ്ട്, കേട്ടോ. നക്ഷത്രങ്ങളെ എണ്ണാനൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി. അതാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്താ ദൈവം തമ്പുരാൻ ചെയ്യുന്നത്? ഭയപ്പെട്ടു പോകുന്ന അന്തരീക്ഷങ്ങൾ, ഭാരപ്പെട്ടു പോകുന്ന അന്തരീക്ഷങ്ങൾ ദൈവം നേരിട്ട് ധൈര്യപ്പെടുത്തുന്ന ദൈവപ്രവൃത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത്, അവിടെ നമുക്ക് വെളിച്ചം കിട്ടുന്നത് എന്നൊക്കെ അറിയാമല്ലോ. സ്തോത്രം. ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഉന്നതമായ ഒന്നാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമെങ്കിൽ അബ്രഹാം പൂർണ്ണമായി പോയാൽ പോരാ, തലയുയർന്ന് ഉയർത്തണം. എന്ന് മാത്രമല്ല, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇച്ചിരൂടെ വിശാൽ. അതാ ഇപ്പം ഞാൻ പറഞ്ഞത്, ആ ടെൻറ്റിനകത്ത് ഇരുന്നുള്ള കാഴ്ച വേണ്ട, വെളിയിലോട്ട് ഇറങ്ങി മേളിലോട്ട് നോക്കാൻ പറഞ്ഞു. Come out and see the stars. നോക്കിക്കേ, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനാൽ അസാധ്യമായതൊക്കെ ദൈവത്താൽ സാധ്യമാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലായിരിക്കുന്നെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരു മനുഷ്യന് ചിന്തിക്കുന്നതിനപ്പുറമായി, അല്ലെങ്കിൽ ഇനി ഇതിനൊന്നും ഒരു പോക്കുവഴി ഇല്ല എന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇരിക്കുന്നവരോട് പറയട്ടെ, നീ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വിടുതൽ തരാൻ ദൈവത്തിന് ശക്തിയുണ്ട്, കേട്ടോ. ദൈവം അതിന് ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിശ്ചയമായും അവൻ സഹായിക്കാൻ കഴിയുന്നവനാണ് എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കലും നമ്മളെ കൈവിടാത്തൊരു ദൈവം, പരമാർത്ഥമായ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നവന്, ഉന്നതമായ ദൈവകൃപയുടെ അന്തരീക്ഷങ്ങളിൽ കർത്താവേ എന്നെയും സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഉന്നതത്തിലേക്കൊന്ന് കണ്ണുയർത്താൻ, എന്ന് പറഞ്ഞ് അക്ഷരീയമായി കണ്ണുയർത്തുന്നതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ആകമാനമുള്ള ആത്മീയ സ്റ്റാൻഡേർഡിൽ ഒരു വ്യത്യാസം വരണം. ആ GPS കറക്ഷൻ ഇന്ന് പകൽക്കാലം, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമായിരിക്കുന്ന, ഏതുമായിക്കോട്ടെ, ഏത് സമയമായിരിക്കോട്ടെ, ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ കർത്താവെ നിൻ്റെ ആ ശബ്ദം കേട്ട് നിൻ്റെ മുഖത്തേക്കൊന്ന് തല ഉയർത്താനുള്ള, ഡയറക്ഷനൊന്ന് മാറ്റിപ്പിടിക്കാനുള്ള, ദൈവം പറയുന്നത് കേട്ടനുസരിക്കാനുള്ള ദൈവകൃപ തരണേ. മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും ഒന്നും കുടുങ്ങി മനസ്സ് പതരാതെ, അല്ലെങ്കിൽ അധ്വാനിച്ച്, അല്ലെങ്കിൽ മാനുഷികമായി ഇനി പരിഹാരമൊന്നുമില്ല എന്നിരിക്കുന്ന മണ്ഡലങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് മുന്നേറാൻ. Just look up, lift up your eyes. എത്ര പേർ കഴിയും?
ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പുതിയ കമ്മിറ്റ്മെൻറ്റ്, ഒരു പുതിയ സമർപ്പണം, ദൈവവചനത്തോടും ദൈവത്തോടുമുള്ള ബന്ധത്തിൽ പോരായ്മകളെ പരിഹരിച്ച് കർത്താവേ, നിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് നിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, നിൻ്റെ ദൂതന്മാരായി നിന്നെ വാഴ്ത്തുവാൻ എനിക്ക് കൃപ തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? മനസ്സുണ്ടോ? കണ്ണുകളടയ്ക്കാം, ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ കർത്താവെ തല ഉയർത്തി കണ്ണുയർത്തി നിങ്ങളിലേക്ക് നോക്കാൻ ആലോചന തന്നല്ലോ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവവചനം കേട്ടവർ, മനസ്സും അടുത്തു പോയവര്, സഹോദരങ്ങളാൽ ചതിക്കപ്പെട്ടവര്, മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടവര്, പലപ്പോഴും നിരാശയുടെ മണ്ഡലങ്ങളിലായിപ്പോയി ഭയപ്പെട്ടു പോയ അന്തരീക്ഷങ്ങളിലായവരെയും ഇനിയും നിവൃത്തിയില്ല, മുന്നോട്ട് ഒരു ചുവടുപോലും വെക്കാൻ കഴിയുന്നില്ലാത്ത സാഹചര്യത്തിൽ വന്നവരെയും ഈ മണിക്കൂറുകളിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ സന്ദർശിച്ച് അവരെ കർത്താവെ ആ GPS ഡയറക്ഷൻ, ഗോഡ്സ് പൊസിഷനിങ്, ദൈവാലോചനയുടെ ശബ്ദം കേൾപ്പിച്ച് യഥാസ്ഥാനപ്പെടുത്തി അനുഗ്രഹകരമായ മണ്ഡലങ്ങളിൽ സാമീൻ ദൈവം നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം, നിന്റെ ശക്തിയുടെ വാഗ്ദത്തം നിന്റെ മക്കൾക്ക് കൊടുത്ത് നീ അവരെ നടത്തണം. തിരുനാമം എല്ലാവരിലും മഹത്വപ്പെടണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.